അവിടെ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർ ഇതിനോടകം പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട്. KMCC പ്രവർത്തകർ ഉൾപ്പെടെ അവർ അവിടെ നിന്ന് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിദാരുണമായ അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ വർഷ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വർഷ, ഇപ്പോൾ MLA എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി നൽകുന്നുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട്? നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വർഷ? ഉന്മേഷ്, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ഈ പാങ്ങിലെ നാട്ടുകാർക്കൊന്നും ഈ ഒരു സംഭവം അല്ലെങ്കിൽ അപകടം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും പരിചിതരായ ആളുകളാണ്. കാരണം സ്കൂളിലെ അധ്യാപകരാണ്. സ്കൂൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും, എല്ലാവരും ബഹുമാനിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും നാട്ടുകാർക്ക് അറിയുന്നവരാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ തങ്ങളെ വിട്ടുപോയതിൻ്റെ വിഷമത്തിലാണ് നാട്ടുകാരെല്ലാവരും ഉള്ളത്. തന്നെയാണ് മുൻപ് ഗോകുൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോഴും നാട്ടുകാരിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉള്ളത് ഈ പാങ് LP സ്കൂളിലാണ്. പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു വിവരം അറിഞ്ഞ് തടിച്ചുകൂടിയ ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. ഈ ഒരു മരണ വാർത്ത വളരെ ഞെട്ടലോട് കൂടിയാണ് കണ്ടത്. 1-2 പേരായിരുന്നില്ല, ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് 9 പേരാണ്. മറ്റുള്ളവരുടെ നില ഗുരുതരമാണോ എന്നുള്ളതും ഈ നാട്ടുകാരെ എല്ലാം തളർത്തുന്ന കാര്യമാണ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പാങ് LP സ്കൂളിലെ അധ്യാപകരും അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള പാങ് UP സ്കൂളിലെ അധ്യാപകരുമാണ് യാത്രയ്ക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യാത്ര ഒരിക്കലും ഒരു ഔപചാരിക യാത്രയായിരുന്നില്ല, സൗഹൃദത്തിൻ്റെ പുറത്തുള്ള ഒരു യാത്രയായിരുന്നു. പല ആളുകൾ ചേർന്ന് ഒന്നിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. സാധാരണഗതിയിൽ അവധിക്കാലങ്ങളിലെല്ലാം ഇത്തരം യാത്രകൾ ഉണ്ടാകാറുണ്ട്. കുട്ടികളും അതേപോലെ അധ്യാപകരും ഉൾപ്പെടെ യാത്രകൾ നടത്താറുണ്ട്. ഇത് അധ്യാപകരുടെയും അതേപോലെ സ്കൂളിലെ മറ്റ് നോൺ സ്റ്റാഫുകളുടെയും എല്ലാം ചേർന്നുള്ളൊരു സൗഹൃദത്തിൻ്റെ പുറത്തുള്ള ഒരു യാത്രയായിരുന്നു. അവർ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. അവധിക്കാലം മനോഹരമാക്കാൻ ഏപ്രിൽ മാസം ഇത്തരം ഒരു യാത്ര പോകാമെന്നൊരു പക്ഷേ അവർ മുമ്പേ തന്നെ തീരുമാനിച്ചിരിക്കണം. നമുക്കറിയാം, മെയ് മാസം എല്ലാം അടുക്കുമ്പോൾ ഈ സ്കൂൾ പ്രവേശനത്തിലെ തിരക്കുകളെല്ലാം വരും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ യാത്ര പൂർത്തിയാക്കണമെന്നായിരിക്കണം അവർ കരുതി കാണുക. തങ്ങളോടൊപ്പം കുടുംബത്തെയും അവർ കൂട്ടിയിരുന്നു. അങ്ങനെ ആകെ മൊത്തം വിഷു കഴിഞ്ഞൊരു ആഘോഷ മൂഡിലായിരുന്നു ഈ അധ്യാപകരും അതേപോലെ കുടുംബങ്ങളും മറ്റ് സ്കൂളിലെ മറ്റ് നോൺ സ്റ്റാഫുകളും എല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു യാത്രയായിരുന്നു. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ അതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 9 പേർ അപകടത്തിൽ മരിച്ചു, 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ 1 മണിക്കൂറിനകം ആരംഭിക്കുമെന്ന് പൊള്ളാച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.